എന്താ പറഞ്ഞു നിർത്തേ, നെക്സ്റ്റ് സ്പോട്ടല്ലേ. ഇനി നമുക്ക് ഹാർട്ട് ലേക്ക് കാനോണിലോട്ട് പോവാം. ഈ പാർക്കിലോട്ട് നമ്മൾ ഇവിടെ വന്ന് ഒരു 100 മീറ്റർ നടന്ന് പിന്നെ ഒരു 200 മീറ്റർ ഈ വഴി പോകുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം ട്രെയിൽ ഇങ്ങനെ കറങ്ങി വരണം. നമുക്കൊന്നല്ലെങ്കിൽ ഈ സ്റ്റേഴ്സ് കയറാം, അല്ലെങ്കിൽ ഇവിടെ വേറൊന്നുണ്ട്. ഈ പാലത്തിനോടെ വ്യൂ പോയിന്റ് ഉണ്ടാവോ? ചാൻസസ് കൂടുതലാണോ? ഈ സമയത്ത് വേറെ ആക്റ്റീവ് ബിക്കോസ് സൈബർ നെക്സ്റ്റിൽ പോകാൻ പോകല്ലോ. അപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കാണാം. ഈസി ക്യാച്ച്. മാക്സിമം ഫുഡ് അവർ കഴിക്കാൻ പറ്റും. നീ വേറെ ആൾക്കാർ നീ അധികം കളിയാക്കണ്ട, ചിലപ്പോ ഈ വീഡിയോയുടെ കൂടെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കാട്ടോ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇത് ഈ കേൾക്കുന്നത് വലിയ ഈ വനത്തിലുള്ള വലിയ കാട്ടാടന്മാരുടെ ശബ്ദമാണ്. ഈ ഒരു ഫണ്ട് ചെയ്യാൻ പോയപ്പോ അപ്പൊ സ്പ്രേ ഒന്നും ഇല്ലാതെ സാഹസിക യാത്രയാണ്. അപ്പൊ നമ്മള് ഇൻ കേസ് വന്ന എന്ത് ചെയ്യും? ഞാൻ അറ്റാക്ക് ചെയ്തു. നമ്മൾ തിരിച്ച് ഗ്രൗൾ ചെയ്യാം. നന്നായിട്ട് ഗ്രൗൾ ചെയ്യാം. പണ്ട് പ്രശസ്ത ബ്ലോഗർ അറ്റാക്ക് ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന റോഡ് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? യെസ്, ഇവിടെ മീനുണ്ടോ? എക്സ്പേർട്ട്. പേര് ദേ പോണു. കടുകട്ടിയാണ് വഴികൾ. ഈ വഴിയല്ലേ? ഇതിന്റെ ഈ സൈഡ് കൂടി ഈ എഡ്ജിൽ കൂടി പോകണം. അങ്ങോട്ടേ അതന്നെ ഞാൻ പറഞ്ഞ ഈ വ്യൂ അറ്റ്മോസ്ഫിയർ കാണാൻ പറ്റുള്ളൂ. ഞാൻ പേരേക്കാം സുഭാഷ്. എന്താ എഴുതാൻ പോണേ? ആഷൻ വരും, എന്നിട്ട് കയ്യും കൂടെ അവസാനം കൊടുത്തു. അവളുടെ പേര് എഴുതുന്നുണ്ടോ? നമ്മുടെ പേര് എഴുതിയാലോ? അവിടെ ഇവിടെ അടുത്ത പേരിലെ കല്ലും പോയ ഇത് കൊള്ളാം. എവിടെ എഴുതുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ഇരിക്കോ? കേറണ്ടോ? അവിടെ ഇത് കറക്റ്റ് ആ സ്ഥലം പോലില്ലേ? ഇവിടെ വല്ല കുഴിയുണ്ടോ? ഈ പച്ച ഇവിടെ എഴുതിയോ? എവിടെ എഴുത്? ഇത് AS ആണോ? ഓ ഇങ്ങനെ പെട്രോളിയം, ഡീസൽ എല്ലാം ക്രൂഡ് ഓയിൽ
ഒക്കെ ഇതിന്നാണ് ഇനിയും കുറെ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഹൈറ്റ് കുറയണം. വെള്ളം അപ്പോൾ ഈ കാണുന്ന കാനിയനാണ്. ഇത് ഫോം ചെയ്തത് എങ്ങനെയാണെന്നറിയോ? അത് പണ്ട് ഇത് നിറച്ചും വെള്ളമായിരുന്നു. വെള്ളം ഒഴുകി ഒഴുകി ഇങ്ങനെ കല്ലിനെ ഇടിച്ച് കല്ലിനെ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി. ഇങ്ങനെയാണ് കാനിയൻ ഫോം ചെയ്യുക എന്ന് പറയപ്പെടുന്നു. അറിയില്ലട്ടോ. അടിപൊളി. പണ്ട് തേൻ എടുക്കാനും ഔഷധ ഗുണമുള്ള കഞ്ചാവ് വയ്ക്കാൻ വേണ്ടി കരടിനെ യുദ്ധം ചെയ്യാനും കരടിയായിട്ട് യുദ്ധം ചെയ്യും. അങ്ങനെ വരുന്നത് അവന്മാരാണ് മൂപ്പന്മാർ, യുദ്ധം ചെയ്ത് ജയിച്ചു വരുന്നത്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി എന്താ പരിപാടി? ഇനി നമ്മൾ തിരിച്ച് ക്യാമ്പിംഗ് കയറി പോകുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് ഫിഷിംഗ്. ട്രൗട്ട് ഫിഷിംഗ്. ടേസ്റ്റ് ഉണ്ടോ? ട്രൗട്ട് എന്ന് പറയുന്നത് മെയിൻലി റെയിൻബോ ട്രൗട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അശ്വിൻ പറയുന്നത് 1 മീറ്റർ നീളമുള്ള ഒരു ട്രൗട്ടിനെ പിടിച്ച് കളി തരും. നീളമൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു ട്രൗട്ട് നമുക്ക് മാക്സിമം പോയാൽ 5 ട്രൗട്ട് നമുക്ക് വെക്കാം. മലയാളത്തിൽ ലിമിറ്റ് 5 ട്രൗട്ട്. അതിൽ ബുൾ ട്രൗട്ട് വെച്ച് ബാക്കി എല്ലാം ട്രൗട്ടിനും നമുക്ക് വെക്കാം. ബുൾ ട്രൗട്ടിനെ കണ്ടാൽ ബുൾ ട്രൗട്ടിന്റെ ഡോട്ട്സ് ഭയങ്കര ഫുള്ളായിരിക്കും. റെയിൻബോ ഷെയ്ഡ് മോസ്റ്റ്ലി ആ ലേക്കിൽ റെയിൻബോ ട്രൗട്ട് സ്റ്റോക്ക് ചെയ്തിരുന്ന റെയിൻബോ ട്രൗട്ട്. നമുക്ക് റെയിൻബോ ട്രൗട്ട് ഒരു 5 മണിക്കൂർ. ടൈഗർ ട്രൗട്ട് ഉണ്ട്, പിന്നെ എന്തൊക്കെ ട്രൗട്ട് ഉണ്ട്, പല ട്രൗട്ട് ഉണ്ട്. വെള്ളിനെ മാത്രം വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് വാലയുണ്ട്, നോർത്തൻ പൈക്ക് ഉണ്ട്, തലയുണ്ട്, നോർത്തൻ പൈക്ക് ഉണ്ട്, പിന്നെ പെർച്ച് ഉണ്ട്. പക്ഷെ ഈ പെർച്ചും വാലയൊന്നും കിട്ടില്ല, ബിക്കോസ് അവരൊക്കെ ഡീപ്പ് വാട്ടർ. നമുക്ക് ഈ ഹൗസ് മീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാക്ട്ലി സാൽമൺ പോലെ പിങ്ക് മീറ്റ്, പിങ്ക് കളർ. ടേസ്റ്റ് ആണോ അല്ലെങ്കിൽ കാണാൻ? ഈ സാൽമൺ തന്നെയാണ്. സാൽമൺ ഫ്രഷ് വാട്ടറിൽ ജനിച്ചിട്ട് കടലിൽ പോയി ജീവിച്ച് പിന്നെ ഫ്രഷ് വാട്ടറിൽ കുഞ്ഞിനെ മുട്ടയിട്ട് ചത്തുന്നത്. അതാണ് സാൽമൺ. മുട്ട ഇട്ടാൽ പോയി ചത്തു. അതുകൊണ്ട് അവർ ഫ്രഷ് വാട്ടറിൽ ജനിച്ച് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ കടലിലോട്ട് പോയിട്ട് പിന്നെയും അവർ ഫ്രഷ് വാട്ടറിലോട്ട് വരും. എന്നിട്ട് അവർ മുട്ട ഇട്ടിട്ട് അവർ ചാവും. ആ ചത്ത സാൽമനെയാണ് പിള്ളേരിലേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫിഷിനെ പിടിച്ചിട്ട്